ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ യുക്രൈനെതിരെ ആഞ്ഞടിക്കുന്ന റഷ്യയാണ് നമ്മൾ കാണുന്നത്. ഉക്രൈൻ്റെ ആക്രമണത്തിൽ അപമാനിതനായി റഷ്യ അടുത്തു തന്നെ തിരിച്ചടിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം ഇസ്താംബൂളിൽ പുതിയൊരു സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഇത്ര അടുത്ത് തന്നെ പുതിയൊരു ആക്രമണം ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ലഭ്യമാകുന്ന അറിവുകൾ പ്രകാരം യുക്രൈനെതിരെ അതിശക്തമായ വ്യോമാക്രമണം തന്നെയാണ് റഷ്യ നടത്തിയിട്ടുള്ളത്. 2022 യുദ്ധം ആരംഭിച്ചതിനു ശേഷം റഷ്യ യുക്രൈനെതിരെ നടത്തിയ ഏറ്റവും വലിയ വ്യോമാക്രമണം എന്ന് തന്നെ പറയാനാവുന്ന ഒന്ന്. 470-ലധികം ഡ്രോണുകളും 60 വിവിധതരം മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു റഷ്യയുടെ ഈ ആക്രമണം. റഷ്യൻ ആക്രമണത്തിൽ ഒരു ഉക്രൈനിയൻ F-16 പൈലറ്റ് കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന വിവരം. റഷ്യ യുക്രൈനെതിരെ ആകെ 537 വ്യോമായുധങ്ങൾ പ്രയോഗിക്കുകയുണ്ടായി. അതിൽ തന്നെ 477 ഡ്രോണുകളും ഡെക്കോയികളും 60 മിസൈലുകളും ഉൾപ്പെടുന്നുവെന്ന് ഉക്രൈൻ വ്യോമസേന അറിയിച്ചിട്ടുണ്ട്. ഇതിൽ 249 എണ്ണം വെടിവെച്ചിടുകയും 226 എണ്ണം ലക്ഷ്യത്തിലെത്തുകയും ചെയ്തുവെന്ന് വ്യോമസേന പറയുന്നു. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്ന ഈ ആക്രമണം ഇതുവരെ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ വ്യോമാക്രമണമായിരുന്നു. ഖെർസണിൽ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി റീജിയണൽ ഗവർണർ ഒലക്സാണ്ടർ പ്രൊക്കുഡിൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം ചെർക്കാസിയിൽ ഒരു കുട്ടി ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേറ്റതായി റീജിയണൽ ഗവർണർ ഇഹോർ ടാബുറൈഡ്സ് പറയുകയുണ്ടായി. ഏതാണ്ട് രാത്രി മുഴുവൻ ഉക്രൈനിലുടനീളം വ്യോമാക്രമണ മുന്നറിയിപ്പുകൾ മുഴങ്ങിയിട്ടുണ്ടായിരുന്നു. 477 ഡ്രോണുകൾ നമ്മുടെ ആകാശത്തുണ്ടായിരുന്നു. അവയിൽ ഭൂരിഭാഗവും റഷ്യൻ, ഇറാനിയൻ ഷഹദുകളും വിവിധ തരം 60 മിസൈലുകളുമായിരുന്നുവെന്ന് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പറയുന്നുണ്ട്. മാത്രമല്ല, ആക്രമണം ചെറുക്കുന്നതിനിടെ ഞങ്ങളുടെ F-60 പൈലറ്റ് മാക്സിം ഉസ്റ്റിമെൻകോ മരിച്ചുവെന്നും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സഹോദരങ്ങൾക്കും എൻ്റെ അനുശോചനം അറിയിക്കുന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും അന്വേഷിക്കാൻ താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉക്രൈനിയൻ വ്യോമയാനം നമ്മുടെ ആകാശങ്ങളെ വീരോചിതമായി സംരക്ഷിക്കുന്നു. ഉക്രൈനെ പ്രതിരോധിക്കുന്ന എല്ലാവരോടും ഞാൻ നന്ദിയുള്ളവനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. ആക്രമണങ്ങൾ നിർത്താൻ റഷ്യയെ സമ്മർദ്ദത്തിലാക്കണമെന്ന് സെലൻസ്കി അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. ഈ ആഴ്ച മാത്രം 114-ലധികം മിസൈലുകളും 1270-ലധികം ഡ്രോണുകളും ഏകദേശം 1100 ഗ്ലൈഡ് ബോംബുകളും റഷ്യയുടെ സൈഡിൽ നിന്നും ഉക്രൈനിലേക്ക് പതിക്കുകയുണ്ടായി. ലോകം സമാധാനത്തിനായി ആഹ്വാനം ചെയ്തിട്ടും യുദ്ധം തുടരുമെന്ന് പുടിൻ വളരെ കാലം മുമ്പ് തീരുമാനിച്ചിരുന്നെന്നും അദ്ദേഹം പറയുന്നു. പ്രതീക്ഷിക്കാത്ത നേരത്തായിരുന്നു ഈ മാസം തുടക്കത്തിൽ റഷ്യയ്ക്ക് നേരെയുള്ള ഉക്രൈൻ്റെ ആക്രമണം നടന്നത്. അന്നു മുതൽ തന്നെ റഷ്യയുടെ ഭാഗത്തു നിന്നും ഉക്രൈന് നേരെ ഇത്തരത്തിലൊരു ആക്രമണത്തെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു മറ്റു രാജ്യങ്ങളൊക്കെയും. അതുകൊണ്ട് തന്നെ റഷ്യയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തകൃതിയായി നടന്നും പോന്നിരുന്നു. എന്നിരുന്നാലും US നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സമാധാന ശ്രമങ്ങൾ ഇതുവരെ ഒരു വഴിത്തിരിവും സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധം ഇനിയും തുടരുമെന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്.